ഇന്ന് നമ്മൾ എല്ലാവരും കൂടിയിട്ടൊന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അമ്മയുടെ ഫാമിലി എല്ലാവരും ഉണ്ട്. സുകേഷ് ഏട്ടനും ശ്രീചേച്ചി ഉണ്ണി ഒഴിച്ച് ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. ഉണ്ണിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് ഒന്ന് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഞാൻ ഡ്രസ്സ് മാറി, ആരൊക്കെയോ ഡ്രസ്സ് മാറിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ പോയത് ബീച്ചിലേക്കാണ്. ബീച്ചിലാണെങ്കിൽ ഒടുക്കത്തെ തിരക്കാണ്. തിരക്കെന്ന് പറഞ്ഞാൽ അമ്മാതിരി തിരക്ക് കേട്ടോ. ഞങ്ങൾക്ക് നല്ല ബ്ലോക്ക് കിട്ടിയിട്ടാണ് ഞങ്ങൾ ബീച്ചിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നാൾക്ക് ശേഷമാണ് എല്ലാവരും ഒരുമിച്ച് കിട്ടുന്നത്. അതും ബീച്ചിലേക്ക് ഞങ്ങൾക്ക് തോന്നുന്നു വന്നിട്ടേ ഇല്ല എല്ലാവരും ഇത്രയും പേര് ഒരുമിച്ച് കൂടിയിട്ട് കേട്ടോ. എൻ്റെ ഓർമ്മയിലില്ല. മുത്തശ്ശന് കുറേ ദൂരം നടക്കാൻ പറ്റാത്തതുകൊണ്ട് മുത്തശ്ശനും അമ്മമ്മയും അവിടെ ഇരുന്നു. കൂട്ടിന് അച്ഛനും അമ്മയും അതുപോലെ തന്നെ സ്നേഹി ഇരുന്നു കേട്ടോ. അവർക്ക് നടക്കാൻ ഭയങ്കര മടിയായിരുന്നു. ചെറിയച്ഛനും ഉണ്ടായിരുന്നു കേട്ടോ കൂട്ടിന്. പിന്നെ ഞാനും അമ്മയും ഞാനും വലിയമ്മയും ചേച്ചിയും ചെറിയമ്മയും വലിയച്ഛനും കൂടിയിട്ട് ബീച്ച്, അതായത് കടലിൻ്റെ അടുത്തേക്ക് വന്നു, വെള്ളത്തിൻ്റെ അടുത്തേക്ക് കേട്ടോ. കുറച്ച് നേരം അവിടെ നിന്നിട്ട് നമ്മൾ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ ഉപ്പിലിട്ടത് മേടിച്ചിട്ടുണ്ടായിരുന്നു. മാങ്ങയും മേടിച്ചു, പേരക്കയും മേടിച്ചു കേട്ടോ. മാങ്ങ ഞാൻ എപ്പോഴും കഴിക്കുന്നതാണ്, പക്ഷേ പേരക്ക അത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് പേരക്ക ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിനുശേഷം നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മുതുവട്ടൂരുള്ള ഓട്ടോഗ്രാഫ് റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഞങ്ങളുടെ വീട്ടിലെ ചെറിയ കുട്ടിയുടെ ചെറിയ കുസൃതികളായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. അതൊക്കെ ഞാൻ ഒരു അടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡേ നമ്മൾ ആരും ഒരിക്കലും മറക്കില്ല കേട്ടോ. കാരണം അങ്ങനത്തെ ഒരു സംഭവമാണ് ഇന്നുണ്ടായത്. പിന്നെ അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല ഈ ഒരു വീഡിയോയിൽ. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ടായിരുന്നത്.